കേക്ക് മുറിക്കുന്ന അവിടെ ഒരു അമ്മൂമ്മ വന്നു. അമ്മൂമ്മയ്ക്ക് സുരേഷ് ഗോപി കൈ കൊടുക്കുന്നു. അപ്പുറത്തുള്ള ആളോട് എന്തോ ചോദിക്കുന്നുണ്ട്. ആ വ്യക്തി അത് കേട്ടപ്പോൾ തന്നെ വെള്ളമാണ് ചോദിച്ചതെന്ന് മനസ്സിലായി. വെള്ളം എടുത്ത് കൊടുക്കുന്നു. നേരെ അവിടുന്ന് കൈ കഴുകുന്നു. എന്തൊരു ഉളുമ്പ് മണം. ഇന്നലെ പക്ഷേ അത് കുറച്ച് കൂടിപ്പോയി. സംഘികളെല്ലാത്തിനും പുതിയ പുതിയ ക്യാപ്സൂളായിട്ട് വരും. ഇതിനെന്ത് ക്യാപ്സൂളാ വരുന്നതെന്ന് അറിയില്ലട്ടാ. ആ കേക്ക് മുറിക്കുന്നെടുക്ക ഒരു പ്രായമായ അമ്മ പോയി സുരേഷ് അണ്ണന്റെ കൈ പിടിച്ചതിന് ശേഷം പിന്നെ കണ്ടത് ചരിത്രം. സുരേഷ് അണ്ണൻ ആ കൈ വെള്ളം വാങ്ങിട്ട് കഴുകിയത്. ഒരു പ്രത്യേക ജീവിതല്ലേ സുരേഷ് ഏട്ടന്റെ കൈ കേട്ടാ. അമ്മേന്റെ കൈയില്ല, സുരേഷ് ഏട്ടന്റെ കൈ. പലരും പറയുമായിരിക്കും ആ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് വായിൽ കേക്കിന്റെ കഷ്ണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹൈജീന്റെ ഭാഗമായിട്ട് കൈ കഴുകിയതാണെന്നുള്ളത്. കേക്ക് മുറിക്കുന്നതിന് മുൻപ് ശുചിത്വം ഉറപ്പാക്കാനാണ് കൈകൾ കഴുകിയതെന്ന് നടൻ സുരേഷ് ഗോപി. കൈ കഴുകാതെ കേക്ക് മുറിച്ച് മറ്റുള്ളവർക്ക് നൽകിയാൽ അവരുടെ ആരോഗ്യത്തെ ബാധിക്കും. മറ്റൊരാളുടെ കുപ്പിയിൽ നിന്നും വെള്ളം വാങ്ങിയാണ് കൈ കഴുകിയത് എന്നും സുരേഷ് ഗോപി ദുബായിൽ പറഞ്ഞു. ആ കാര്യത്തിൽ താനോട് വാദിക്കണ്ട എന്ന് പറഞ്ഞ എങ്ങനെയാണ്? കൈ കഴുകി വൃത്തിയായി കേക്ക് മുറിച്ചിട്ട് എന്റെ സ്ഥിര സ്വഭാവം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്റെ കൈയുടെ ഹൈജീൻ എന്താണെന്ന് ഞാൻ നിശ്ചയിക്കണം. ഇതിന് തിരിച്ചൊരുന്നില്ല. അയാൾ വഴിയെ വന്നവർക്കെല്ലാം കൈയും കൊടുത്തേച്ച് അവരുടെ കയ്യിലൊക്കെ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നെന്ന് അറിയത്തില്ല. അത് വെച്ചിട്ട് ആൾക്കാർക്ക് കേക്ക് എടുത്ത് വെച്ച് കൊടുത്തു. അപ്പൊ എല്ലാവരും കേട്ടല്ലോ. നോ കൺസേൺ ഫോർ പബ്ലിക് ഹെൽത്ത്. ഞാൻ കൈ തന്ന ആളിന്റെ കയ്യിലേക്ക് കൈ കഴുകി ഒഴിച്ചിട്ടില്ല. അവന്റെ ആത്മവിശ്വാസം തർക്കമില്ല. എന്നാ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടി തന്നെ പോകാൻ വരട്ടെ. ഞാൻ ഒരു കാര്യം ഒന്ന് മുതലാളിയോട് പറഞ്ഞോട്ടെ. അതിന്റെ പേരിൽ ഇവിടെ ഒരു വിപ്ലവം നടക്കും. പക്ഷെ ഒരാളുടെ വായിൽ വെച്ചിട്ട് പിന്നെയും മുറിച്ച് കേക്ക് ബാക്കി എല്ലാവരുടെ വായിക്കും ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഹൈജീൻ ഉണ്ടോന്ന് എനിക്കറിയില്ല. എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഇതുകൊണ്ട് ഞാൻ ഒറ്റ വീക്ക് വെച്ചെന്നുണ്ടല്ലോ. അടുത്തത് ഇതിന്റെ ഡയറക്ടർ തോന്നുന്നു. കേക്ക് മുറിച്ചിട്ട് അയാൾ കൈ കഴുകിയോ ഇല്ലെന്നൊരു പിടുത്തമില്ല. എടുത്ത് സുരേഷ് ഗോപിയുടെ വായിക്ക് കേക്ക് കൊടുക്കുന്നുണ്ട്. ഹൈജീന്റെ കാര്യം എനിക്ക് പിടുത്തമില്ല. ബാക്കിയുള്ളവനെ തൊലച്ചിട്ടേ ഇയാൾ ഈ ലോകം വിടുകയുള്ളായിരിക്കും.